നമ്മുടെ കയ്യിൽ അഥവാ സാധാരണ ടൈപ്പ് ആംപ്ലിഫയർ പഴയ മോഡൽ ഹൈഫൈ സിസ്റ്റം ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഞാൻ റിപ്പയർ ചെയ്ത് കാണിച്ചിരുന്ന ആ ടൈപ്പ് വലിയ സിസ്റ്റം അല്ലെ ഏത് അഹൂജ അതായത് പഴയ മോഡൽ ബ്രാൻഡുകളുടെ പണ്ടത്തെ മോഡലിലൊന്നും ഈ ബ്ലൂടൂത്തും USB ഒന്നുമില്ല. അപ്പൊ അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അതിനുള്ളിൽ കുത്തിപ്പൊളിച്ച് കണക്ട് ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മുടെ സാധാരണ ആളുകൾക്കുള്ളത്. പക്ഷെ നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സാധനം അസംബിൾ ചെയ്യാനേ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു USB ഉണ്ട്, ഒരു ഓക്സ് ഉണ്ട്, ഒരു SD കാർഡ് ഉണ്ട്, ഒരു FM ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. അത് കൂടാതെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു എക്സ്ട്രാ മൈക്കും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ചിലവുള്ള കാര്യമല്ല. ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമല്ല. ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കാം, എനിക്ക് എന്റെ ഹോം തിയേറ്ററിൽ ഉപയോഗിക്കാനാണ്, അതിലേക്ക് ലൈൻ ഔട്ട് കിട്ടുമോ അങ്ങനെ ചോദിക്കുമോ, അതിന് ഇതാണ് ഒരു പരിഹാരം. നമ്മൾ അതിനകത്ത് വെട്ടിപ്പൊളിച്ച് കയറ്റുന്നതിനെക്കാട്ടും എത്രയോ എളുപ്പമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും സിമ്പിൾ ആയിട്ട് അത്രയും ചിലവ് കുറച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനകത്താകുമ്പോൾ നമ്മൾ ആ സർക്യൂട്ടും കണക്ഷനൊക്കെ കഷ്ടപ്പെട്ട് അത് ട്രേസ് ചെയ്തെടുത്ത് അതിന് കട്ട് ഓഫ് ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് പണികൾ എടുക്കണ്ടേ. ഇതാകുമ്പോൾ ആ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, എളുപ്പമാണ്, എല്ലാവർക്കും ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യമാണ്. ഒരു AC ഇൻപുട്ട്, ഒരു 5 വോൾട്ട് ഒരു പാനലിൽ കൊടുത്താൽ അത് വർക്ക് ചെയ്യും. പക്ഷെ എന്നാലും നമ്മളൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്രയും കുറഞ്ഞ പാർട്സും ഈ ഒരു ചെറിയ തരത്തിലുള്ള കേസ് മതി. അപ്പൊ ഈ കേസിലേക്ക് ഔട്ട്പുട്ട് എടുക്കാനാണ് നമ്മുടെ ഈ RCA ഔട്ട്പുട്ട് സോക്കറ്റ്. അതേപോലെ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണിച്ച G-സ്റ്റാറിന്റെ ടൈപ്പ് ഒരു ബ്ലൂടൂത്ത് പാനലിൽ അതിനുവേണ്ട എൻകോഡർ വോളിയം കൺട്രോൾ ആണ്. പിന്നെ ഈ സിസ്റ്റത്തിന് മൊത്തത്തിലുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ അതിന്റെ റിമോട്ട്, ഒരു ചാർജർ 5 വോൾട്ട് നമ്മുടെ ERDയുടെ ഒരു ചാർജറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനകത്തേക്ക് 5 വോൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പാനലിന് 5 വോൾട്ട് കറക്റ്റായി കിട്ടാനും അത്യാവശ്യം നന്നാക്കി പവർ കിട്ടാനും ഒരു നല്ല ടൈപ്പ് ചാർജർ ആയിക്കോട്ടെ എന്ന് വെച്ചു. വലിയ മോശമില്ലാത്ത ഒരു ചാർജറാണ്. ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ചാർജറിൽ നിന്നുള്ള പവർ എടുത്തിട്ട് ഇതിന്റെ പവറിൽ കൊടുത്താൽ ഇത് ഓണായി. ഇതിനകത്തു നിന്നൊരു എൻകോഡർ കൺട്രോൾ ഈ കേസിന് മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഈ കൺട്രോളിലേക്ക് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. ഇത്രയുള്ള സംഭവം. ഈ AC ലൈൻ ഇൻപുട്ടിൽ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇതൊരു ഔട്ട്പുട്ടിൽ കിട്ടുന്ന പ്ലെയറായി. പക്ഷെ അത്ര സിമ്പിൾ ആണെങ്കിലും നമുക്ക് അത് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ചാർജർ പൊളിച്ച് ഈ ബോർഡ് എടുത്തു. വർക്ക് ചെയ്യുമ്പോൾ 5 വോൾട്ട് ഡ്രോപ്പ് ആവാത്ത രീതിയിൽ ഇങ്ങനെയുള്ള ചാർജറിന് കിട്ടും. വളരെ ലോക്കലായിട്ടുള്ള ആ ഒരു ടൈപ്പ് ചാർജറൊന്നും ആരും ഉപയോഗിക്കരുത്. അപ്പോൾ അടുത്ത പണി ഈ ചാർജറിന്റെ മുകളിൽ നിന്ന് നമുക്കൊരു വയർ കണക്ട് ചെയ്യാം. നമുക്ക് ഇതിലേക്കുള്ള ഒരു വയർ തന്നെ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഈ ചാർജറിൽ ഈ പോർട്ട് കണക്ട് ആയത് കേസ് പോർട്ടിന്റെ USB പോർട്ടിന്റെ ആ ഗ്രൗണ്ട് കണക്ട് ആയത് ഈ ഭാഗത്താണ്. നമുക്ക് ഇവിടെ കാണാം അതിന്റെ ബോഡി അടക്കം ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇത് 5 വോൾട്ട് പ്ലസ് ആണ്. നമ്മൾ ആദ്യം ഗ്രൗണ്ട് കൊടുത്തു, നെക്സ്റ്റ് പോസിറ്റീവ് കൊടുത്തു. അപ്പം നമ്മുടെ പാനലിന് വേണ്ട പവർ സപ്ലൈ റെഡി. അടുത്തത് നമ്മൾ ഈ ഔട്ട്പുട്ട് എടുക്കാനുള്ള ആ ഒരു പോർട്ട് കണക്ട് ചെയ്യുക. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ശരിക്കും ഔട്ട്പുട്ടായിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്, കാഴ്ചയിലുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ റെഡും വൈറ്റും ആയിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ കണക്ഷൻ വരുന്നത് അടിയിലുള്ള 2 ആയതുകൊണ്ട് ഇതും ഇതിൽ ഈ ഒരു ഗ്രൗണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റിലെ കണക്ഷൻ കൊടുത്തു. ഇനി റെഡിൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത്. അടുത്ത ഗ്രൗണ്ട് നമ്മൾ അതിൻ്റെ കോമൺ ഗ്രൗണ്ട് ആയിട്ടുള്ള ഈ പോയിന്റിൽ കൊടുത്തു. അപ്പോൾ എന്തായി, നമ്മുടെ ഔട്ട്പുട്ട് എടുക്കാനുള്ള പോയിന്റ് റെഡിയായി. ഇനി നമ്മൾ ഈ പാനൽ ഇതിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് വെക്കുക. ഒരു സാധാരണ തരത്തിലുള്ള ഒരു സ്ക്രൂ മതിയാവും, ഇതുപോലുള്ള ഒരു സ്ക്രൂ ബോൾട്ടും മതിയാവും. അപ്പോൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ വോളിയം കൺട്രോൾ ഇവിടെ ഫിക്സ് ചെയ്യാം. ഇത് തൽക്കാലം ഞാനിവിടെ നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ കറക്റ്റായി സീറ്റ് ആവുന്ന രൂപത്തിലുള്ള ഹൈറ്റിലേക്ക് മാറ്റി അത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാനലിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കണക്ഷനും ആ ചാർജറും കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അടുത്ത ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് ആ AC കോഡ് ഈ സ്വിച്ചിലൂടെ കയറി ഇറങ്ങിയാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആവും. നമുക്കൊന്ന് ഓൺ ഓഫും ചെയ്യാൻ പറ്റും ഊരുന്ന സമയത്തെ. അപ്പോൾ ഇത് വലിയ ഒരു ആരോഗ്യമുള്ള സ്വിച്ചൊന്നുമല്ല, എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് ഇങ്ങനെ ഒരു ആവശ്യമാണ്. ഇവിടെ ഒരു ഫ്യൂസൊക്കെ വെക്കുന്നത് കുറച്ചും കൂടെ നന്നാവും. നമ്മൾ ചാർജർ ബോർഡ് 5 വോൾട്ട് ചാർജർ ഇവിടെ ഫിക്സ് ചെയ്യുന്നത് ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചാണ്. അപ്പോൾ അവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ അതിലില്ലാത്തതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കറാണ്. പിന്നെ ഒരു വഴിയുള്ളത് ഗ്ലൂ ചെയ്ത് അവിടെ വെക്കാം. അപ്പോൾ അത് ചൂടാവുകയോ മറ്റോ ചെയ്താൽ പ്രശ്നമുണ്ടാകുന്നുള്ള ഒരു നിലക്കാണ് നമ്മൾ ഈ ടൈപ്പ് ഒരു കണ്ടർ ഉപയോഗിച്ച് നമ്മളിവിടെ AC കോഡ് കയറുന്ന ആ പോയിന്റിന് അടുത്തായിട്ട് തന്നെ നമ്മളിവിടെ ഈ ചാർജർ ഉറപ്പിക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ ഉറച്ച് നിൽക്കുന്നുണ്ട്. അടുത്തത് AC കോഡ് കണക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ ഈ കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്ത് ഇവിടെ കണക്ട് ചെയ്യാം. ഉണ്ടല്ലേ, ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനാദ്യം നമ്മൾ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് ഒരു വയർ ലിങ്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചാർജറിൻ്റെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുക. ഒരു AC കണക്ട് ആവുന്ന പോയിന്റാണിത്. അപ്പോൾ സ്വിച്ച് കണക്ഷനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് വലിയ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും സ്വിച്ച് കണക്ട് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് അതൊന്നും വലിയൊരു പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കണക്ഷൻ ഈ സോക്കറ്റുകളിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഔട്ട്പുട്ടിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ അതിവിടെ കണക്ട് ചെയ്തു. അടുത്തത് എൻകോഡറിൻ്റെ കണക്ഷനാണ്. നമ്മുടെ വോളിയം കൺട്രോൾ എൻകോഡറിൻ്റെ കണക്ഷനാണ്.
അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വയർ നന്നാക്കി ഒതുക്കിയെന്ന് വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ പോർട്ടബിൾ USB പ്ലെയർ റെഡി. അപ്പോൾ ആണെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ ഏത് തരവും USB ഇല്ലാത്ത, അതായത് ബ്ലൂടൂത്ത് ഇൻപുട്ട് ഇല്ലാത്ത, USB ഇൻപുട്ട് ഇല്ലാത്ത ഏത് തരം ഡിവൈസിലേക്കും നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഔട്ട്പുട്ട് എടുത്തിട്ട് അതിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബ്ലൂടൂത്ത് പ്ലെയർ ആക്കി മാറ്റാം. ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മളത് ഈ പാനൽ ആ ഡിവൈസിൻ്റെ മുകളിലുള്ള സ്ഥലത്ത് ഇവിടെ കട്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണക്ഷനും മറ്റൊക്കെ എടുത്ത് എല്ലാം ചെയ്ത് കൊണ്ടുവരുന്നതിനെക്കാട്ടും എത്ര എളുപ്പമായിരിക്കും ഈ ഒരു ഡിവൈസ് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ഒന്ന് എക്സ്ട്രാ നമ്മൾ സെറ്റപ്പ് ബോക്സ് ഒക്കെ മറ്റും നമ്മൾ ടിവിയുടെ അടുത്ത് വെക്കുന്ന പോലെ ഒന്ന് USB ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് കണക്ട് ചെയ്താൽ മതി, അല്ലാത്തപ്പോൾ അതിനകത്ത് വേറെ എന്താ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാം. അപ്പം ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്ന് ചോദിച്ച ആളുകൾക്ക് ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല, ബ്ലൂടൂത്ത് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്ലെയർ ആണ്, ഒരു ബ്ലൂടൂത്ത് പോർട്ടബിൾ പ്ലെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റാ ഡിവൈസിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് എടുക്കുന്നതിനായിട്ടും എത്രയോ സിമ്പിളായിട്ടാണ് ഇപ്പം ഇത് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇതിനൊരു കൃത്യമായ നോബും കൂടി വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് എൻകോഡർ ആയതുകൊണ്ട് ഇതിനകത്ത് ആ സെലക്ഷൻ കാര്യങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഇതിൻ്റെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാം. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലഗ് കുത്തി നമ്മുടെ പവർ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്കിവിടെ ഡിസ്പ്ലേ വരണം. അപ്പോൾ ഹായ് വന്നു. നമ്മൾ ഈ ഒരു ഇൻപുട്ടാണ് ഇതിൽ കൊടുത്തു നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് റെഡും വൈറ്റും കൊടുത്തു എന്നാണ്. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം, എന്നിട്ട് ആക്കാം ബ്ലൂടൂത്ത്. നമ്മൾ മോഡ് ഇതിനകത്ത് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ബേസ്, അടുത്ത ട്രബിൾ ആണ്, ഇത് എക്കോ, അടുത്തത് നോർമൽ നമ്മളെ മൈക്ക് വോളിയം, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഈ എൻകോഡറിനകത്തുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ഈ റിമോട്ടിനകത്തും കിട്ടും. ഇത് ഉണ്ടാക്കാൻ അറിയാതെ ഇത് പഠിപ്പിച്ചതൊന്നല്ല, ഇത് താല്പര്യമുള്ളവർക്ക്, അങ്ങനെയുള്ള പുതിയ പഠിക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഇതൊരു ഉപകാരം ആയിക്കോട്ടെ. അങ്ങനെയുള്ള സാധാരണ പഴയ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ഉപകാരം ആയിക്കോട്ടെ. ഇത് വേണമെങ്കിൽ ഓക്സിനുള്ള ഏതെങ്കിലും ഒരു ലൈനിനുള്ള ഏതെങ്കിലും പഴയ റേഡിയോയിൽ പോലും നമുക്ക് ഇത് കണക്ട് ചെയ്യാം. പഴയ നാഷണലിലെയോ അല്ല അതിൻ്റെയും ടെക്നിക്സിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡഡ് ആംപ്ലിഫയർ ഒക്കെ കുത്തി കീറുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ചെയ്യാത്ത കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം ഫോണിൻ്റെ ഒരു ഓക്സ് കണക്ട് ചെയ്താൽ പറയുന്നത്. ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യും? നമ്മൾ വയർലെസ് ആയിട്ട് സിനിമ കണ്ടേ, നമുക്ക് അങ്ങനെയുള്ള ഇരുന്നതിനെ കുറച്ച് ദൂരത്തിരുന്ന് കേൾക്കാൻ പറ്റുമോ? അല്ലെ വലിയ നീണ്ട ഓക്സ് വാങ്ങണോ? ഒരു ഓപ്ഷൻ മാത്രം. അപ്പോൾ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.